അപ്പോൾ ഈ സത്യങ്ങൾ ജനം തിരിച്ചറിയുമ്പോൾ ഞാൻ ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നതനുസരിച്ചാണെങ്കിലും ഫക്രുദ്ദീൻ പറയുന്നതനുസരിച്ചാണെങ്കിലും രണ്ട് ഇമേജുകൾ NDA സൃഷ്ടിച്ചു. അത് നരേന്ദ്രമോദിയും അമിത്ഷായും. അവർ പറഞ്ഞത് ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാണ്. ഇത്ര കോടി കള്ളപ്പണം ഞങ്ങൾ കൊണ്ടുതരും, ഓരോ സിറ്റിസണും ഇത്ര എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. പ്രഖ്യാപിക്കുന്നു, നടപ്പിലില്ലാതെ വരുന്നു, മാറ്റങ്ങൾ വരുന്നില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്ന രണ്ട് ഐക്കൺ അവരെ മറ്റൊരു ഐക്കണായി ഫിക്സ് ചെയ്തുകൊണ്ട് വരുമ്പോഴും ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടുന്നില്ല. രണ്ടുപേരും തുല്യത, മറ്റൊന്നും ഇല്ല എന്നുള്ളതിന്റെ പ്രാദേശികമായ ഒരു ഫലം ബീഹാറിൽ പ്രതിഫലിക്കും. ഒരിക്കലും അത് തുല്യതയല്ല. UPA ഗവൺമെന്റ് കാലത്ത് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു. ഒരു ഉദാഹരണം, നമ്മുടെ നാട്ടില് നമ്മളെ കൊച്ചു കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഇന്ന് അവർക്ക് അതിനാവശ്യം UPA ഗവൺമെന്റ് കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നില്ല, അതിന്റെ ശമ്പളം കിട്ടുന്നില്ല, അനുബന്ധ സൗകര്യങ്ങൾ കിട്ടുന്നില്ല. അതിനുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ വിഹിതം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതുപോലെ ചെറുതും വലുതുമായ ഓരോ പദ്ധതികളുടെയും ജനക്ഷേമകരമായ പദ്ധതികളുടെ വിഹിതം വെട്ടിക്കുറച്ചു. സ്വച്ഛ് ഭാരത് അഭിയാൻ പറയുന്നു ഏറ്റവും നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഏറ്റവും പ്രചാരത്തോടുകൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതി 200 കോടി രൂപ പരസ്യ ചെലവടക്കം ചെയ്തുകൊണ്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ വന്നു. അതിനു മുമ്പ് UPA ഗവൺമെന്റ് കാലത്ത് നിർമ്മൽ ഭാരത് അഭിയാൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞു വെച്ചോ അതിനപ്പുറത്തേക്ക് ഒന്നും BJPക്ക് നടത്താൻ കോൺഗ്രസ് കുറെ ജനനന്മയിലാക്കി ചെയ്തുവെങ്കിൽ ഇത് പ്രചാരണങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ 1.5 മാസം മുമ്പ് നടന്ന അഭിപ്രായ സർവേകളുടെ ഫലവും ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സർവേക്കും ഇടയിൽ എന്ത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും നിർണായകം. നമ്മുടെ കയ്യിൽ അതിന് ഏറ്റവും കാരണമായി വഴിത്തിരിവായ 4 ദൃശ്യങ്ങളുണ്ട്. 4 ദൃശ്യങ്ങൾ പ്രചരണ രംഗത്ത് സജീവമായ ചർച്ച. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണെങ്കിൽ PCR അതൊന്ന് കാണിക്കുകയാണെങ്കിൽ വളരെ കൂടി നമ്മുടെ പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും എല്ലാം തന്നെ വളരെ സംക്ഷിപ്തമായ രീതിയിൽ എന്താണ് ഈ മാറ്റത്തിന്റെ അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ബീഫ് വിഷയം, ലാലു പ്രസാദ് യാദവ് ആ ബീഫിന്റെ വിഷയം വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഹിന്ദുക്കളിലും ബീഫ് കഴിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി അത് പിന്നീട് വലിയ പ്രചാരണ വിഷയമാക്കി. അതോടൊപ്പം തന്നെ ദളിത് ഹത്യ നടന്ന സമയത്ത് ഹരിയാനയിൽ 2 ദളിത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന ആ വിഷയം വന്നപ്പോൾ അതിനോട് VK സിംഗ് നടത്തിയ പ്രതികരണം, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ നിതീഷ് കുമാറിൻ്റെ DNA പരിശോധിക്കണമെന്ന ആ ഒരു പരാമർശം, പിന്നെ ഏറ്റവും അവസാനം അമിത്ഷാ നടത്തിയ BJP എങ്ങാനും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പടക്കം പൊട്ടിച്ചത് ആഘോഷിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ദളിതരെ ഹരിയാനയിൽ ചുട്ടുവന്നപ്പോൾ VK സിംഗ് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം വളരെ സജീവമായിട്ടുണ്ട്. നമ്മുടെ PCR അല്പസമയത്തിനുള്ളിൽ അത് ദൃശ്യങ്ങൾ കാണിക്കുമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി നമുക്ക് VK സിംഗ് പറഞ്ഞത് ഒരു ഇന്ത്യക്കാരൻ തികച്ചും ശരിയല്ല. അങ്ങനെ ഒരു മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ ചാൻസ് പോലും കൊടുക്കരുത്. പക്ഷേ ഇലക്ഷൻ ബേസിക്കലി സത്യസന്ധമായി പറഞ്ഞ പ്രൊപ്പഗാൻഡ, ഇൻഫർമേഷൻ വാർഫെയർ. ഈ ദളിത് കുട്ടികൾ മരിച്ചു എന്നുള്ള വാർത്ത ഇന്നലെ വന്നിട്ടുണ്ട്. അത് ഉള്ളിൽ നിന്നാണ് തീ വെച്ചത്, അച്ഛൻ തന്നെയാണ് സസ്പെക്ട് എന്ന്. ഇത് ഒരു ഭാഗത്ത് നിൽക്കുന്നവർ പറയില്ല, മറുഭാഗത്ത് ശ്രീ സോണിയ മാഡത്തിനെ അടക്കമുള്ള ഒരുപാട് പേരെ കരിവാരത്തേക്കാളുള്ള ശ്രമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇലക്ഷൻ ബേസിക്കലി പ്രൊപ്പഗാൻഡ ആണെന്നുള്ള സത്യം, ഇൻഫർമേഷൻ വാർഫെയർ ആര് നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യമാണ് ദളിത് കുട്ടികളെ അതിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും മാറ്റിമറിച്ച ആ സംഭവം എന്തൊക്കെയാണ്? ആ വാക്കുകൾ, നേതാക്കളുടെ വാക്കുകൾ. लाना चाहते हैं जंगल राज को मित्रों, गलती से भी अगर भारतीय जनता पार्टी बिहार में हार गई, गलती से भी अगर भारतीय जनता पार्टी बिहार में हार गई तो जय पराजय तो बिहार में होगी, पटाखे पाकिस्तान में जाकर जलेंगे। आप चाहते हैं पाकिस्तान में पटाखे जले? ഇത് 5ാം ഘട്ട വോട്ടെടുപ്പിന് മുമ്പ് അതിൻ്റെ 5ാം ഘട്ട വോട്ടെടുപ്പിൻ്റെ പ്രചാരണാർത്ഥം നടത്തിയ ഒരു പൊതുയോഗത്തിൽ പറഞ്ഞാണ്. ഇനി നമുക്ക് ലാലു പ്രസാദ് യാദവ് എങ്ങനെയാണ് ബീഫ് വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം. अरे पूरा देश को क्रिमिनलाइज करना चाहता है। बीफ जो खाता है, हिंदू में नहीं खाता क्या बीफ? जो बाहर जाता है बीफ खा रहा है कि नहीं? हिंदुस्तान में भी तो बीफ खा रहा है, अपने को हिंदू कहने वाला भी तो खा रहा है. ഇതിനോടുള്ള നരേന്ദ്രമോദിയുടെ പ്രചാരണം, നരേന്ദ്രമോദി ഈ ലാലുവിൻ്റെ ഈ പ്രതികരണത്തെ വളരെ തന്ത്രപരമായ രീതിയിൽ BJPക്ക് അനുകൂലമായി ഹിന്ദു വികാരം ഉണ്ടാക്കാനായി ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. चुनाव आते हैं जाते हैं, लेकिन आप ये मत भूलिए, यही यदुवंश के लोग थे जो आपके साथ खड़े रहे थे,
और तब जाकर के आपको सत्ता के सिंहासन तक जाने का अवसर मिला था। जो गंभीर आरोप उन्होंने लगाया है कि यदुवंशी क्या खाते हैं, का अपमान है कि नहीं भाइयों? ये बिहार का अपमान है कि नहीं? ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമുദായിക സമവാക്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് രാംവിലാസ് പാസ്വാനെയും അതുപോലെ ജിതിൻറാം മാഞ്ചിയെയും ഒപ്പം നിർത്തിയത്. പരമ്പരാഗത വോട്ട് ബാങ്കിനൊപ്പം തന്നെ ബീഹാറിലെ ദളിത് വോട്ടുകൾ കൂട്ടത്തോടുകൂടി ഒപ്പം നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വിജയിക്കാമെന്നായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ഇവിടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ആ വാക്കുകൾ ഫോക്കസ് ചെയ്യുന്നത് യാദവർ എന്ന് പറയുന്ന വിഭാഗത്തെ സ്പെസിഫൈ ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കും. അപ്പോൾ ഇത് ഇനി ദളിതരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്നാൽ ഇതിനകത്ത് എവിടെയാണ് ഈ കണക്കുകൂട്ടൽ തെറ്റിയത്? അത് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഒരു പക്ഷേ പറഞ്ഞത് വന്ന തെറ്റാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, VK സിംഗ് അടിസ്ഥാനം വരെ രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്നും വീണുപോയ ആ ഒരു വാചകം അത് അതെന്തായാലും അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ദളിതർക്കിടയിൽ ഉണ്ടാക്കിയത്. ആ വാക്കുകളിലേക്ക് പോകും. उसके ऊपर इंक्वायरी चल रही है. परिवारों के बीच में मतभेद था, वो मतभेद किस रूप में परिवर्तित हुआ, कहां पर इंतजामिया का फेलियर है, एडमिनिस्ट्रेशन का, उसके बाद फिर सरकार के ऊपर आते हैं. तो हर चीज के अंदर कि जी वहां पे उसने पत्थर मार दिया कुत्ते के तो सरकार जिम्मेवार है. വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ ഇതായിരിക്കാം ഈ ദളിത് വോട്ടുകൾ സിംഗ് പറഞ്ഞത് കൃത്യമായി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഏത് തരത്തിൽ പറയാൻ കഴിയും? അത് വ്യക്തത ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അല്ല, ഇതാണ് അദ്ദേഹം എങ്ങനെയാണ് ഇതിന് സർക്കാർ ഉത്തരവാദിയാവുക എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് റോഡിൽ ഏതെങ്കിലും ഒരു പട്ടിയെ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ അതിന് സർക്കാർ ഉത്തരവാദിയാവും. പക്ഷെ ഇതിന് ഈ പറഞ്ഞ കാര്യത്തിന് വളരെ വൈകാരിക പ്രതികരണം ഉണ്ടാക്കിയ ഒരു സംഭവമായി അതൊരു ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മളത് വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ പോലെ ബീഫ് വിഷയത്തിൽ യാദവ് എന്ന് സ്പെസിഫൈ ചെയ്യുമ്പോൾ മാത്രമല്ല രാംവിലാസ് പാസ്വാൻ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന രീതിയിൽ രാംവിലാസ് പാസ്വാൻ രംഗത്ത് വന്നു, മാഞ്ചി രംഗത്ത് വന്നു. ഇതെല്ലാം തന്നെ ഇവർക്ക് മഹാസഖ്യത്തിന് അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇക്വേഷൻ ഈ ദളിത് വോട്ടർമാർക്കിടയിൽ ഉണ്ടായേക്കാം. സമാനമായ ഒരു പരാമർശം മുമ്പ് നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു പട്ടിക്കുട്ടി വന്ന് കാറിന്റെ ഇടയിൽ ചത്തുപോയാൽ അതിന് നമ്മൾ ഉത്തരവാദിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഈ രാഹുലിനെ ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴും ഒരു നരേന്ദ്രമോദി ഫാനാണ്. അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡ് അംഗീകരിക്കാറുണ്ട് വളരെ അപൂർവമായി. അതുകൊണ്ടാണ് അദ്ദേഹം ഏതൊരു ചാണക്യ സർവേ ഫലം നോക്കി. നമ്മളിത് സത്യസന്ധമായി പറയുമ്പോൾ VK സിംഗ് ഒരു പട്ടാളക്കാരനാണ്. ഒരു പൊളിറ്റിക്കൽ ഡെക്സ്റ്ററിറ്റി, രാഷ്ട്രീയ മെയ്വഴക്കവും കൈവഴക്കവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറഞ്ഞ ശരിയല്ല. സത്യം പറയുന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ക്രൂഡായി പറഞ്ഞു എന്നുള്ള സത്യമാണ്. അത് അങ്ങനെയാണെങ്കിൽ ബീഫ് കഴിക്കുന്ന കാര്യം വരുമ്പോൾ നരേന്ദ്രമോദി താങ്കൾ പറയുന്നതനുസരിച്ച് രാഷ്ട്രീയം ഇല്ലായ്മയും യാദവരെ അദ്ദേഹം ഞാൻ പറയുന്നത് ലാലു പ്രസാദ് യാദവിന് ഒരുപക്ഷെ ബീഹാർ രാഷ്ട്രീയം പഠിച്ചാൽ ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് ക്ലവറായി ഉപയോഗിച്ചാൽ BJPയുടെ ഏറ്റവും വലിയ കൺസോൾട്ടേഷൻ പോയിന്റാ. ശ്രീകൃഷ്ണൻ യാദവര് ചരിത്രപരമായി പശുക്കളെ ഏറ്റവും സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ നേരെ തിരിച്ച് ഈ ബ്ലൂപ്പർ ലാലു പ്രസാദ് യാദവിന്റെ നാക്കിൽ നിന്ന ഈ യാദവ വോട്ട്, ഒന്നാമത് യാദവ വോട്ട് ഇവരുടെ കൂടെയാണ്. അത് റിവേഴ്സ് കൺസോൾട്ടേറ്റ് ചെയ്യാൻ നരേന്ദ്രമോദി സഹായിക്കും. CP നായർ ഈ പറയുന്ന രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ കൃത്യമായ വിവക്ഷയാണ് രാഹുൽ ഈശ്വർ കൊടുക്കുന്നത്. നരേന്ദ്രമോദി രാഹുൽ ഈശ്വറിനെ കണ്ടാൽ തന്നെ ചിലപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു അതിശയോക്തി ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് അത് ഇപ്പോൾ രാഹുൽ ഈശ്വർക്ക് ബാധ്യസ്ഥനാണ്. മറ്റേ VK സിംഗ് ആയാലും നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും എന്ത് വങ്കത്വവും എന്ത് അബദ്ധവും പറഞ്ഞാലും അത് അങ്ങനെയല്ല. പക്ഷേ ഈ വങ്കത്വവും ബീഹാറിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് അല്ല നമ്മൾ കാണേണ്ടത്. ഞങ്ങൾ ഈ കേരള ഹൗസിൻ്റെ മുമ്പിൽ 3 MP-മാർ അവിടെ ഉണ്ടായ പ്രശ്നത്തിൽ ഞങ്ങൾ നിന്നപ്പോൾ കുറേ ചാനലുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴതിനിടയ്ക്കാണ് പിണറായി വിജയൻ വന്നത്. അപ്പോൾ അവിടെ ചോദ്യം വന്നു, ഈ RSSകാർ ഇത് കഴിക്കുമെന്നുള്ളത്. അപ്പോൾ വിജയൻ പറഞ്ഞത് എനിക്ക് അഖിലേന്ത്യാ തലത്തിൽ അറിയില്ല, പക്ഷെ കേരളത്തിൽ 70% RSSകാർ ബീഫ് കഴിക്കും. അപ്പോൾ നമ്മളിത് കാണേണ്ടത്, ഇപ്പോൾ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ RSSും ഹിന്ദു പരിവാരവും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് അവരാരും ഇത് തൊടാത്തവരാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ യാദവൻ കഥയല്ലേ ഇത്? ബീഹാറിലെ യാദവന്മാർ എന്നാണ് ശ്രീകൃഷ്ണന്റെ പിന്നാലെ നടന്നിരുന്നത്? അതൊക്കെ കഥ പറഞ്ഞുണ്ടാക്കലല്ലേ?
അവരവിടെ കിടന്ന് പ്രയാസപ്പെട്ട് ഭൂമി ഈ അവിടുത്തെ ഭൂമിഹാരന്മാരുടെ കീഴിൽ ജന്മികാരുടെ കീഴിൽ അവരുടെ ചവിട്ടും കുത്തും വെടിയും ഒക്കെ കൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട ആൾക്കാരല്ലേ. അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും പോഷകാഹാരം കിട്ടുന്നത് ബീഫാണ്. അതായത് ഞാൻ പശുവിൻ്റെ മാത്രമല്ല, കന്നുകാലികളുടെ ഇറച്ചി. അതാണ് ഏറ്റവും വില കുറവ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കുറവുള്ളത് അതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 50,000 കോടി രൂപയുടെ ബീഫ് അല്ല ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്. കയറ്റുമതി ചെയ്തതിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യയിൽ വിറ്റിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാർക്കറ്റിംഗിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒന്നുകൂടി പറയാനുള്ളത്, താങ്കൾ പറഞ്ഞപ്പോൾ ഈ ഐക്കണെ പറ്റി പറഞ്ഞു. ബീഹാറിൽ ഇവർക്ക് പറ്റിയ അപകടം എന്താ? NDAയുടെ ഐക്കൺ എന്താ? NDAയുടെ ഐക്കൺ മോദി 2-3 തരത്തിൽ ഐക്കണാണ്. ഒന്ന്, നമ്മളിവിടെ പണ്ട് പറയാറുണ്ട് പഴയ കാരണവന്മാരെ പറ്റി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുമ്പ് ഒരു അത്യാവശ്യം ഇടപെടൽ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ച് അതിന്റെ വിശാലാർത്ഥത്തിൽ വരുമ്പോൾ നേരത്തെ രാജ്യത്തിന് സൂചിപ്പിച്ചതനുസരിച്ച് വോട്ടെടുപ്പിന് മുമ്പുള്ള വിഷയങ്ങൾ, ശേഷമുള്ള വിഷയങ്ങൾ, താങ്കൾ തന്നെ സൂചിപ്പിക്കുന്ന നരേന്ദ്രമോദി എന്ന ഐക്കൺ, അതിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിലാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്? എന്റെ ഒറ്റ ചോദ്യം, വിശദാംശങ്ങൾ പിന്നെ വരാം. ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യമാണ്. ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ മഹാസഖ്യം 122 എന്ന മാജിക് സംഖ്യയിലേക്ക് കടക്കും എന്ന് വരുമ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും ഐക്കണായി ഉയരുന്ന ആ ഐക്കൺസിന്റെ പ്രതിച്ഛായയ്ക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് കോട്ടം വരുത്തുമെന്ന് CP നാരായൺ പറയുമ്പോൾ എന്തുകൊണ്ട് ആ കോട്ടം അത് ഇനി കൂടുതൽ താഴേക്ക് പോകുമോ? ആ കോട്ടത്തിൽ നിന്ന് തിരിച്ചു കയറുമോ? അടുത്ത 10 വർഷം ഇന്ത്യൻ രാഷ്ട്രീയം ഏതു തരത്തിൽ നീങ്ങുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന അതിപ്രാധാന്യമായ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ 243 സീറ്റുകളിൽ 122 എന്ന കേവല ഭൂരിപക്ഷ സംഖ്യ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മഹാസഖ്യം ആ കേവല ഭൂരിപക്ഷം നേടും എന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും പറയുമ്പോൾ 3-2 ഭൂരിപക്ഷം നേടും എന്ന് NDA അവകാശവാദം ഉന്നയിക്കുന്നു. 243-ൽ 190 സീറ്റുകൾ നേടുമെന്ന് മഹാസഖ്യത്തിന്റെ ശില്പികളിൽ ഒരാളായ ലാലു പ്രസാദ് യാദവും. ബീഹാർ ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങോട്ട് നയിക്കും? ആ ചർച്ചകൾ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായി നടക്കുമ്പോൾ CP നായരിലേക്ക്. അതിനു മുമ്പ് തന്നെ നമുക്കൊന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഏറ്റവും അവസാനത്തെ ചിത്രം എങ്ങനെയാണെന്ന് നോക്കാം. ആകെ ഇതുവരെ പുറത്തു വന്ന 6 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 4 എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മഹാസഖ്യത്തിന് വ്യക്തമായ മേൽക്കൈ പ്രവചിക്കുന്നുണ്ട്. ഇത് IITGയുടെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് അവർ മഹാസഖ്യം 113 മുതൽ 127 വരെ, NDA 111 മുതൽ 123 വരെ, ഒപ്പത്തിനൊപ്പമാണെങ്കിൽ പോലും മഹാസഖ്യത്തിന് ഒരു മേൽക്കൈയാണ് പ്രവചിക്കുന്നത്. ഇത് IITGയുടെ സർവേയാണ്. ഇതുകൂടാതെ മറ്റ് സർവേകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ടൈംസ് നൗവിൻ്റെ സർവേ, സി വോട്ടറുടെ സർവേ നോക്കിക്കഴിഞ്ഞാൽ മഹാസഖ്യത്തിനാണ് മേൽക്കൈ. മഹാസഖ്യം 122 സീറ്റുകൾ വരെ നേടും. NDA 111, മറ്റുള്ളവർ 10 സീറ്റ്. ഇവരും സി വോട്ടറും വ്യക്തമായ ഒരു മേൽക്കൈ മഹാസഖ്യത്തിന് പ്രവചിക്കുന്നു. ഇനി ടൈംസ് നൗവിലേക്ക് പോവുകയാണെങ്കിൽ ടൈംസ് നൗവിൻ്റെ സർവേ അനുസരിച്ച് 122 സീറ്റുകൾ വരെ ടൈംസ് നൗ മഹാസഖ്യത്തിന് ലഭിക്കും. NDAക്ക് 111 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 10 സീറ്റുകൾ. ഇവിടെയും മഹാസഖ്യത്തിന് വ്യക്തമായ ഒരു മേൽക്കൈ പ്രവചിക്കുന്നുണ്ട്. ഇനി ന്യൂസെക്സിൻ്റെ സർവേ അനുസരിച്ച് 133 മുതൽ 140 സീറ്റുകൾ വരെ മഹാസഖ്യത്തിന് ലഭിക്കും. അവർ NDAക്കാണ് മേൽക്കൈ നൽകുന്നത്. 90 മുതൽ 100 സീറ്റുകൾ വരെ മഹാസഖ്യത്തിന് ഇവർ മുൻതൂക്കം നൽകുന്നു. ഇനി ഇന്ത്യ ടിയുടെ സർവേ അനുസരിച്ച് അവിടെയും ABP ആനന്ദ് ബസാർ പത്രികയുടെ സർവേ അനുസരിച്ച് മഹാസഖ്യത്തിന് 130 സീറ്റുകൾ, വലിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ NDAക്ക് അവർ പ്രവചിക്കുന്നത് 108 സീറ്റുകളാണ്. അവിടെയും നമുക്ക് മറ്റുള്ളവർക്ക് 5 സീറ്റുകൾ പ്രവചിക്കുന്നു. ആനന്ദ് ബസാർ പത്രികയുടെ എല്ലാം കാര്യം പറയുകയാണെങ്കിൽ ഇവർ നടത്തിയ ഒപ്പീനിയൻ പോളിൽ, അഭിപ്രായ സർവേയിൽ NDAക്ക് വ്യക്തമായൊരു മേൽക്കൈ പ്രവചിച്ചിരുന്നു. എന്നാൽ എക്സിറ്റ് പോൾ വരുമ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു. മഹാസഖ്യത്തിന് വ്യക്തമായൊരു ആധിപത്യം, 130 സീറ്റുകൾ, NDAക്ക് 108 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 5 സീറ്റുകൾ. ഇതാണ് ആനന്ദ് ബസാർ പത്രികയുടെ പ്രവചനം. ഇനി മറ്റ് ചില സർവേകൾ, ഇപ്പോൾ ഇന്ത്യ TV നടത്തിയ സർവേ അനുസരിച്ച് മഹാസഖ്യത്തിന് 122 സീറ്റുകളാണ് ഇന്ത്യ TV പ്രവചിക്കുന്നത്. NDAക്ക് 111 സീറ്റ്, മറ്റുള്ളവർക്ക് 10 സീറ്റുകൾ. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ മേജർ റിസൾട്ടും മഹാസഖ്യം
കേവല ഭൂരിപക്ഷത്തിലേക്ക് എന്ന 4 സർവേകൾ മഹാസഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നു. 2 സർവേകൾ NDAക്ക് മേൽക്കൈയുണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ അവർക്ക് അങ്ങനെ ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പ്രവചിക്കുന്നു. മറ്റുള്ളവർ, പ്രത്യേകിച്ച് മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 15ഓളം വരുന്ന മതേതര പാർട്ടികൾ അവിടെ ശക്തമായി മത്സരരംഗത്തുണ്ട്. അതായത് 6 എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ 4 മഹാസഖ്യത്തിന് വ്യക്തമായ മേൽക്കൈ. അതുതന്നെയാണ് ബീഹാറിനെ സംബന്ധിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ അതൊരു അവസാന വാക്കാണോ എന്നുള്ള ചർച്ചകളുടെ പ്രാധാന്യം വരുമ്പോൾ തന്നെ ബീഹാറിനെ സംബന്ധിച്ച് 4 എക്സിറ്റ് പോൾ ഫലങ്ങൾ മഹാസഖ്യത്തിന് കൃത്യമായ ഭൂരിപക്ഷം നിശ്ചയിക്കുന്നു. കേവല ഭൂരിപക്ഷം. നെക് എന്ന് പറയുന്ന മറ്റ് 2 എക്സിറ്റ് പോൾ ഫലങ്ങളും NDA അവകാശപ്പെടുന്ന തരത്തിൽ ഒരു മികച്ച മികവ് എന്ന് പറയാൻ കഴിയില്ല. ദില്ലിക്ക് ശേഷം ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന പാഠം. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ 243 സീറ്റിൽ 102 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷം മഹാസഖ്യം നേടും എന്ന് 6ൽ 4 എക്സിറ്റ് പോൾ ഫലങ്ങളും വരുമ്പോൾ ദില്ലിയിൽ അടിപതറിയ ബി ജെ പി നേതൃത്വം നൽകുന്ന NDA മറ്റൊരു അടിതെറ്റൽ ബീഹാറിൽ സംഭവിക്കുകയാണെങ്കിൽ 2016ലും 17ലും ഏതു തരത്തിലായിരിക്കും ജനാധിപത്യ ഇന്ത്യ പ്രതികരിക്കുക? അതും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. അടുത്ത 15 വർഷത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിശാസൂചിക ബീഹാർ നൽകുമ്പോൾ താങ്കൾ നിർത്തിയെടുത്തുന്ന ഐക്കൺ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം. CP നായരിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ KVS ഒരിക്കൽ കൂടി CP നാരായൺ, KVS ഹരിദാസ്, CP നാരായൺ ചൂണ്ടിക്കാണിക്കുന്നത്, CP സർ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമാണ്. അതായത് ഐക്കൺസ് എന്ന് പറഞ്ഞ് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നത്, ഒരുപക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് ശരിയായിരിക്കാം, ബീഹാർ എന്നുള്ളത് ഫോക്കസ് ചെയ്തിരുന്നത് പറഞ്ഞ വാദമൊന്നും പൂർത്തിയായിക്കോട്ടെ. ഈ മോദി എന്ന ഐക്കൺ ഇപ്പൊ നാട്ടുകാർക്ക് അറിയാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതുപോലെയാണ് പ്രധാനമന്ത്രിയായ ശേഷവും. അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, വാക്ക് മാത്രമേ ഉള്ളൂ. ആ വാക്കിൻ്റെ പിന്നാലെ പ്രധാനമന്ത്രിയാവുമ്പോൾ ഏത് വാഗ്ദാനം നൽകിയാലും ബജറ്റിൽ അല്ലെങ്കിൽ സർക്കാർ ഉത്തരവിലൂടെ അതിൻ്റെ സർക്കാരിൻ്റെ പിൻബലം വരണം. ഒട്ടേറെ കാര്യങ്ങളിൽ ഞങ്ങൾ എം പിമാർ മുതൽ സാധാരണ ആളുകൾ വരെ ഉള്ള അനുഭവം അതാണ്. അത് ബീഹാറുകാർക്കും ബോധ്യപ്പെട്ട് കാണും. അതിന്റെ സൂചിപ്പിക്കാനുള്ളത് MP എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഇടയ്ക്ക് ഒരു ഘട്ടത്തിലൊക്കെയും നരേന്ദ്രമോദിയും അമിത്ഷായും മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇത്രയും മൗനം പുലർത്തുന്ന ഒരു നേതാവിനെ ഇന്ത്യക്ക് എന്തിനാവശ്യം. പക്ഷെ പ്രധാന സംഭവങ്ങൾ വരുമ്പോൾ ഈ ഐക്കൺ എന്ന് പറയുന്ന കട്ട് ഫിഗർ, അദ്ദേഹത്തിന്റെ മൗനം ഒരു വലിയ ഭീഷണിയായ മൗനം. ഞാൻ അറിഞ്ഞെടുത്തോളൂ, ഞാൻ പാർലമെന്റിൽ പോയിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പഴയ സുഹൃത്തുക്കൾ, ഏറെ കാലം ഉണ്ടാവരെന്ന് പറഞ്ഞവർ, മൻമോഹൻ സിംഗ് ആണ് ഏറ്റവും മിണ്ടാതിരുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം എത്താൻ മത്സരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി. കുറ്റകരമായ മൗനം എന്ന വാക്ക് കൂട്ടിച്ചേർക്കാം. KVS ഹരിദാസ്, അത്തരത്തിലാണ് CP സർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വലിയ ഫിഗറായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തി കാണിക്കുക. ദില്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ താങ്കൾ പീപ്പിൾ TVയുടെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു വളരെ സജീവമായി. അന്ന് താങ്കളുടെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ദില്ലി ഒരു ഒറ്റപ്പെട്ട സംഭവമാകാം, പക്ഷേ 4 എക്സിറ്റ് പോൾ ഫലങ്ങൾ മഹാസഖ്യത്തിന് കേവല ഭൂരിപക്ഷം നിശ്ചയിക്കുമ്പോൾ CP സാർ പറയുന്നതനുസരിച്ച് NDA ഉയർത്തുന്ന ഒരു ഐക്കണിന്റെ പ്രതിച്ഛായ, നിങ്ങളൊക്കെ പല ഒരു ഇമേജിൽ കൂടി അദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ വച്ചിരുന്ന വിളക്കിന് അല്ലെങ്കിൽ വെളിച്ചത്തിന് കോട്ടം സംഭവിക്കുന്നു. ദില്ലിക്ക് ശേഷം ബീഹാർ ഇന്ത്യ ഒറ്റപ്പെടുന്നില്ല എന്ന സൂചനകൾ CP സാർ പ്രവചിക്കുകയാണ്. അല്ല, ബീഹാറിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ബീഹാറിൽ ഈ സഖ്യം വിജയിച്ചാൽ അതിന് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം BJP കഴിഞ്ഞ തവണ അധികാരത്തിലേറിയതിനൊരു പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ്റെ ശൈലിയും പ്രചരണവും അദ്ദേഹത്തിൻ്റെ ഇമേജും ഒക്കെ ഒരു വലിയ ഘടകമായിരുന്നു. അതിനൊക്കെ ഉപരിയായിട്ട് മറ്റൊരു ഘടകം നമ്മൾ വിലയിരുത്താതെ പോകാൻ പാടില്ലാത്ത കാര്യമാണ്. അവിടെ പ്രതിപക്ഷ കക്ഷികളിലുണ്ടായ അനേകം വലിയൊരു ഘടകമായിരുന്നു. കാരണം പല ഭാഗത്തും ഒന്നിച്ച് നിൽക്കേണ്ടവർ ഒന്നിച്ച് നിന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ബീഹാറിലുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലുണ്ടായ കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ബീഹാറിൽ കോൺഗ്രസും ലാലുവും നിതീഷും ഒക്കെ വെവ്വേറെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ബലം, അതിൻ്റെ ആനുകൂല്യം BJPക്ക് കിട്ടി. അതുപോലെ തന്നെയായിരുന്നു യു പിയിൽ BSPയും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ ഭിന്നിച്ചാണ് നിന്നിരുന്നത്. അപ്പോൾ ഈ കക്ഷികളെല്ലാം കൂടി ഒന്നിച്ച് വന്നാൽ BJP വിരുദ്ധ സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും BJP വളരെ ഭയാശങ്കകളോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം
വളരെ വളരെ കരുതലോടെ കാണേണ്ട വിഷയം തന്നെയാണ്. അല്ലാതെ നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല. അതൊരു രാഷ്ട്രീയ മാറ്റത്തിന് നമ്മളത് കാണാതെ പോകാനും പറ്റില്ല. കാരണം ആ തരത്തിലേക്ക് ഈ ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് കൊണ്ടുവന്നാൽ അത് തീർച്ചയായിട്ടും BJP ഗൗരവത്തിൽ കാണണം, BJP അതിനെ രാഷ്ട്രീയമായിട്ട് കണക്കിലെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതേ സമയത്ത് തന്നെ വേറൊരു കാര്യം കൂടി കാണേണ്ടതുണ്ട്. ഈ ജനതാ പരിവാർ എന്നൊരു സംഘടന, ഒരു പാർട്ടി ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. പ്രദീപെ, നമ്മൾ മറന്നു പോകരുത്. മുലയം സിംഗും ലാലുവും നിതീഷും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നണി ദേവഗൗഡിയൊക്കെ ഉണ്ട് അതിൽ. അവരെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നിരുന്നു. പക്ഷെ അതെവിടെ എത്തി ഇതുവരെ? ഇപ്പോൾ തന്നെ ബീഹാറിൽ പോലും ലാലുവും നിതീഷും തമ്മിലുണ്ടാക്കിയ സഖ്യം അവർ ഒരു തരത്തിൽ ധാരണയിലെത്തിയെങ്കിൽ പോലും അവരുടെ തമ്മിലുള്ള മാനസികമായ പൊരുത്തം എത്രയുണ്ടെന്നുള്ള ദേശീയ തലത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ആ പാഠം ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ആരെന്നുള്ളതും വളരെ പ്രാധാന്യമാണ്. KVS, താങ്കളിലേക്ക് വരാം. രാജേന്ദ്രൻ, ഇപ്പോൾ ഹരിദാസ് പറഞ്ഞൊരു കാര്യം തന്നെ, എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നിരയിലെ അനൈക്യം, അതെന്താണ് അതിന്റെ കൃത്യമായ കണക്കുകളെന്ന് ആ കണക്കുകളിലേക്ക് വരുമ്പോൾ തന്നെ ലാലു പ്രസാദിന്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട വാക്കുകളിലേക്ക് आंदोलन जा रहा है ना करना, यहाँ सरकार बनवा के हेल्थ चेक करवा के, और गांधी जी यहीं से शुरू किए थे, मालूम है ना, राष्ट्रपिता महात्मा गांधी चंपारण से, यहीं से देश के किसानों को एड्रेस किया। और हम सबसे पहले कलकत्ता जाएगा, चाहते थे बड़े 190 ലാലു പ്രസാദ് യാദവ് പറയുന്നത് 190 സീറ്റുകൾ വരെ മഹാസഖ്യം നേടി വലിയൊരു തൂത്തുവാരൽ നടത്തും. ഇതാണ് അദ്ദേഹം പറയുന്നത്. 190 എന്ന് പറഞ്ഞാൽ വലിയൊരു ഫിഗറുമാണ്. 122 നിന്ന് 190 എന്നുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം അത് നേടുകയാണെങ്കിൽ മഹാസഖ്യത്തെ संबंध सब यूपी जाएंगे, कर्नाटक जाएंगे, आंध्रा में जाएंगे, सब जगह जाएंगे। लेफ्ट राइट तो सबको इकट्ठा नहीं होता तो हम मदद करेंगे। ममता बहादुर महिला, बात होगी, बात की बात है। तो धन्यवाद। ലാലുവിന്റെ ഒരു തനതായ ശൈലിയാണ്. ആ ശൈലി പറയുമ്പോഴും വളരെ പ്രാധാന്യത്തോടെ 122 നിന്ന് 190 എന്ന അവകാശവാദം വരുമ്പോൾ, ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രചരണ രംഗവും അതിന്റെ ഫിഗേഴ്സ് ഒക്കെ ബീഹാറിനെ സംബന്ധിച്ച് വലുതാണ്. കാര്യം KVS പറയുന്നതനുസരിച്ച് ഒരു പാഠമാണ് ബീഹാർ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബീഹാറിന്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ബീഹാറിൽ BJP വലിയ തൂത്തുവാരൽ നടത്തിയതാണ്, അപ്രതീക്ഷിതമായ വിജയം. കാരണം അവിടെ ഒരു വശത്ത് BJPയും ലാലു പ്രസാദ് യാദവും തമ്മിലുള്ള LJPയും തമ്മിലുള്ള സഖ്യമായിരുന്നു. ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. BJP 22 സീറ്റ്, വലിയ നേട്ടം. LJP സഖ്യകക്ഷി, രാംവിലാസ് പാസ്വാന്റെ LJP സഖ്യകക്ഷിയായിരുന്നു, 6 സീറ്റുകൾ നേടി. RLSP അവരുടെ ഒരു സഖ്യകക്ഷിയാണ്, അവർ 3 സീറ്റുകൾ നേടി. പിന്നെ RJD 4 സീറ്റുകൾ നേടി. JDU നിതീഷ് കുമാർ വളരെ മോശപ്പെട്ട ഒരു പ്രകടനം, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ 2 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസിന് 2 സീറ്റുകൾ ലഭിച്ചു. ഇതാണ് അപ്പോൾ ഇവിടെ നമുക്ക് NDAയുടെ വലിയൊരു ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി നമ്മൾ നേരെ വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു ചിത്രം നമുക്ക് ലഭ്യമാവും.